ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ പുതിയൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയാളെ കാണിച്ചു തരാം. അപ്പോൾ അയാളെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അയാൾ പുതിയ ആ ഒരു ഗസ്റ്റ് വന്ന അപ്പം തൊട്ട് തുടങ്ങിയതാണ് ഇവിടെ ഒരാളുടെ കൈസറിൻ്റെ ഫുൾ ഷോ. കാണിച്ചു തരാവേ. കണ്ടോ, ഇവിടെ കൂടെ ഇവൻ കൈസറാണ് ഇങ്ങനെ കറങ്ങി ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര വയലൻ്റായിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടക്കാൻ ഒച്ചയും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് ഫുൾ റൗണ്ടിങ് ആണ്. കൂടുതലും ചുറ്റും റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ സർപ്രൈസായി വന്ന് കയറിയ വ്യക്തി. ഇതിൻ്റെ പേര് നമ്മളിട്ടിരിക്കുന്നത് കുട്ടു എന്നാണ് ഫ്രണ്ട്സ്. കുട്ടു കയറിയതല്ല, നമ്മളൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതിനെ കുറേ നാളായി കൊണ്ടുവരണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്നതാണ് ഈ കുഞ്ഞു കുട്ടൂസിനെ. ഇവിടെ നമ്മുടെ കുട്ടേട്ടൻ ഈ കുഞ്ഞു കുട്ടൂസിനെ ഇണക്കാനായിട്ട് കേട്ടോ. അവന് പകലൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചേട്ടായി വർക്കിന് പിന്നെ കാണാത്തതുകൊണ്ട് ഇപ്പൊ രാത്രി വന്നപ്പോൾ അവരുമായിട്ട് ഇങ്ങനെ ഇണങ്ങാനുള്ള ഒരു ശ്രമത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പറയുന്നത്. മാമന്റെ കുട്ടി എവിടെ? എവിടെ? ഇങ്ങോട്ട് വാ കുട്ടു, ഇങ്ങോട്ട് വാ. മാമന്റെ കുട്ടി വാടാ, മാമന്റെ കുട്ടി വാടാ, ഇവിടെ വാ. എന്തിനാ ഒളിഞ്ഞു നോക്കണേ? വാ കുട്ടു. എന്താ പണി കുട്ടു? അവൻ ആദ്യമൊക്കെ ഭയങ്കര ജാടിയിട്ട് നിൽക്കണം കേട്ടോ. ഇത് പിന്നെ വേറെ അവൻ്റെ കളീൻ്റെ തിരക്കിലും കൂടി നാശമാണ് കേട്ടോ. എൻ്റെ ബുക്കായിക്കോട്ടെ, എൻ്റെ കളർ പെന്ന്, സ്കെച്ച്, എൻ്റെ തൊപ്പി, ഇതൊക്കെ എടുത്തിട്ടാണ് എൻ്റെ ബാഗ്, ബുക്ക്, ഇതൊക്കെയാണ് അവൻ്റെ കളി സാധനങ്ങൾ. എല്ലാത്തിലും പോയി അവൻ കടിച്ചു പിടിക്കുന്നുണ്ട്. കുറച്ച് നേരം പഠിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതൊന്നും മൊത്തത്തിൽ കടിച്ചു പഠിക്കുന്നുണ്ട്. വല്യമ്മന്റെ ബുക്കാട്ടോ, നാശാക്കണ്ട കുട്ടു. വല്യമ്മന്റെ ബുക്കടി കുട്ടു. കുട്ടു വന്ന അന്നത്തെ ദിവസമാണ് കേട്ടോ. ആ ദിവസം രാത്രിയാണ് കേട്ടോ ഈ കളിയും കാര്യങ്ങളൊക്കെ. ഇത്രയും പെട്ടെന്ന് അവനെ ഇണങ്ങുന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വന്ന സമയത്ത് ആകെ മാറി ഒറ്റയ്ക്ക് ഫുള്ള് കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു ആളായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് ഭയങ്കരമായിട്ടിണങ്ങി. പിന്നെ ഇതേ വൈകുന്നേരം വന്ന് ചേട്ടാ ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴത്തേനും ഫുള്ള് കളിയും കാര്യങ്ങളും ഫുള്ള് സെറ്റായിട്ടോ അവൻ. ഓക്കെ ഓക്കെ നല്ലോണം ചാടുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ സ്കെച്ച് പെന്നൊക്കെ തന്നെ കളിച്ചുകൊണ്ട് പോയി അവൻ സ്വന്തം കളിക്കാൻ തുടങ്ങിട്ടോ. ഈ കാലൊക്കെ ചെറുതായിരുന്നു സ്ലിപ്പാകുന്നുണ്ട്. അവനൊന്നും മൈൻഡിനില്ല, കളീൻ്റെ തിരക്കിലാണ് കളിക്കുന്നു. സ്കെച്ച് പെന്നാണെങ്കിൽ എക്സാം പേപ്പർ അതൊക്കെയാണ് അവരെടുത്ത് കളിക്കുന്നത്. രാത്രി 10:30 ടൈമിലൊക്കെയാണ് കേട്ടോ അവൻ്റെ ഈ കളി വന്നിട്ടുള്ളത്. നമ്മൾ പെട്ടെന്ന് ഇണങ്ങി ആ ഒരു ഇതിൽ ഇവൻ ഫുള്ള് കളിയോട് കളിക്കുന്നത്. ഫുള്ള് കളിയാണ്, എല്ലാ സാധനത്തിനും കളിയാണ് അവന്. മോൻ നോക്കണേ, വേഗം ചാടും. മൊയിൽ നിൽക്കണ മാതിരി അല്ലേ? ക്യാരറ്റ് പിടിച്ചിട്ട്
ഒക്കെ കഴിഞ്ഞ് ആൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഓടിക്കയറി ഞങ്ങളെ ബെഡിലോട്ടാണ് കേട്ടോ കണ്ട് കയറിയിരിക്കുന്നത്. മൂപ്പര് ഫസ്റ്റ് കയറി കണ്ടിരിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ഇനി അടുത്തത് ഇവിടെയാണല്ലോ ഉറങ്ങേണ്ടതെന്നുള്ള മട്ടിലാണ് അവൻ്റെ ഇരിപ്പ്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന കൊതുകിനെയും പാറ്റേനൊക്കെ അവൻ വെറുതെ വിടുന്നുണ്ട് കേട്ടോ. എല്ലാത്തിനും അവൻ തല്ലി പരമാവധി ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മാക്സിമം. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തേണ്ടി ആൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. വീടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി ബേക്കിൽ കൂടെയൊക്കെ പോയി അവിടെ വേറൊരാളെ ഫ്രണ്ടാക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. അതിന് മെല്ലെ പന്നിയൊക്കെ പോയി പിടിക്കുന്നുള്ള മട്ടിലേക്കാണ് അവൻ്റെ പോക്ക്. ലാസ്റ്റ് പോയിട്ട് അവൻ ബേക്കോട്ടൊന്ന് തിരിഞ്ഞു വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുട്ടൂസിനെ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.